ഹലോ എവരി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകം 1-2 പോർഷൻസ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ സിലബസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ കോർഡിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സിലബസ് എന്താണ് എന്ന് പരിചയപ്പെടാം. CFSOയുടെ സിലബസ് എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. സോ ഇംഗ്ലീഷ് സിലബസ് മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിലബസ് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അവർ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഒരു എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. സോ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാസേജ് വായിച്ചിട്ട് കൃത്യമായിട്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ കഴിയണം. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നത് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. Would test the candidates' understanding of the English language, its vocabulary, grammar, etc. So ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടും വൊക്കാബുലറി, ഗ്രാമർ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടാവും. നമ്മൾ വെറുതെ ഗ്രാമർ റൂൾസ് പഠിച്ചു വെച്ചാൽ പോരല്ലോ. ഒരു സെൻറ്റൻസിൽ അതിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാസേജിൽ അതിനെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കണം. ആൻഡ് അത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ല. വുഡ് ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓൺ കോംപ്രിഹെൻഷൻ, ഓൺ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിംസ്, ആന്റോണിംസ്, സ്പെല്ലിംഗ് എറർ, സ്പോട്ടിംഗ് എറർ ഇൻ സെൻറ്റൻസസ്. അപ്പോൾ കുറച്ചുകൂടി അവിടെ സ്പെസിഫൈ ചെയ്യാണ്. എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിന് പകരം ഒറ്റ പദം ഏത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിംസ് സമാന പദങ്ങൾ അല്ലെങ്കിൽ പര്യായ പദങ്ങൾ, ആന്റോണിംസ് നമ്മൾ പറയില്ലേ വിപരീത പദം എന്ന് പറയുന്ന സംഗതി. ദെൻ സ്പെല്ലിംഗ് എറർ, ചില വേർഡ്സിലെ സ്പെല്ലിങ്, പ്രത്യേകിച്ച് IE, EI, OU ഇങ്ങനത്തെ സാധനങ്ങൾ. I ആണോ E ആണോ വരുന്നത്, അല്ലെങ്കിൽ ആദ്യം OU ആണോ അല്ലെങ്കിൽ UO ആണോ, ഇങ്ങനെ കുറേ കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. സ്പെല്ലിംഗ് എററിൽ മിക്കവാറും ഈ OU, IE എന്നതിൻ്റെയൊക്കെ പൊസിഷനാണ് കൺഫ്യൂഷനായിട്ട് നമുക്ക് വരാറ്. അപ്പോൾ സ്ഥിരം ചോദിക്കുന്ന സ്പെല്ലിംഗ് എററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, വേർഡ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ സ്പോട്ടിംഗ് എറേഴ്സ് ഇൻ സെൻറ്റൻസസ്. ഒരു സെൻറ്റൻസിലെ മിസ്റ്റേക്ക്, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിലെ ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ അത് എവിടെയാണ് എന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്സ്, വേർബ്സ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻസ്, യൂസ് ഓഫ് എ ആൻഡ് ദ അഥവാ ആർട്ടിക്കിൾ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എക്സെട്ര അഥവാ പാർട്സ് ഓഫ് സ്പീച്ച്. ഈ പറഞ്ഞത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും പ്രധാനമായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് കൂടാതെ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ടെൻസസ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ്. നമ്മുടെ സിലബസിൽ ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷ് വൊക്കാബുലറിയും ഒരേപോലെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് ഇവിടെ ടെൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് അങ്ങനെ എടുത്തു കൊടുത്തിട്ടില്ല അല്ലേ, അങ്ങനെ എടുത്ത് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ ചില ആളുകൾക്കുള്ള സംശയം, നമ്മൾ അതൊക്കെ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. സോ ഇവിടെ ഞാൻ CFSO നടത്തിയിട്ടുള്ള 2 പരീക്ഷകളിലെ PYQs കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സിലബസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സിലബസ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്ന സാധനം അത് ലാംഗ്വേജ് കോംപ്രിഹെൻഷനിലൂടെ ചെക്ക് ചെയ്യുന്നു. ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് തന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് എബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു സിലബസ് നമ്മൾ നോക്കിയിട്ട് മുൻവർഷ ചോദ്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ചോദ്യത്തിൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 പരീക്ഷകളിലായിട്ട് നടന്നിട്ടുള്ള 20 മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: Select
the most appropriated antonym of the given word. ഇവിടെ തന്നിരിക്കുന്ന ഒരു പദമുണ്ട്, പെർപെച്വൽ. പെർപെച്വൽ എന്ന് പറയുന്ന ഈ പദത്തിന്റെ ആന്റോണിം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടത് വിപരീത പദമാണ്, ആന്റോണിമാണ് വേണ്ടത്. എന്താണ് പെർപെച്വൽ എന്നതിന്റെ അർത്ഥം? പെർപെച്വൽ എന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ചിലത് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപം കിട്ടും. നിങ്ങൾ ഇവിടെ ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത് ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികം. ടെമ്പററിയുടെ മീനിങ് അറിയാത്തവരുണ്ടാവില്ല. രണ്ടാമത്തത് എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തത്, അവസാനമില്ലാത്തത് എന്നർത്ഥമാണ്. കണ്ടിന്യൂസോ തുടർച്ചയായത്, കോൺസ്റ്റന്റും സ്ഥിരമായിരിക്കുന്നത്. അപ്പോൾ 2, 3, 4 ഏകദേശം ഒരേ അർത്ഥം വരുന്നതല്ലേ, അഥവാ തുടർച്ചയുള്ളത് എന്നുള്ള അർത്ഥമാണ്. പെർപെച്വൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളത്, എന്താ പറയുക, നമ്മൾ ശാശ്വതമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥമാണ് പെർപെച്വലിന് വരുന്നത്. സോ പെർപെച്വലിന്റെ ആന്റോണിം എന്താണ് എന്ന് ചോദിച്ചാൽ ടെമ്പററി ഒന്നാമത്തെ ആണ് ആൻസർ കേട്ടോ. ടെമ്പററി എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായോ? അപ്പം നമുക്ക് ആന്റോണിം ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചോദിച്ചത് ആന്റോണിമാണ്. നമുക്ക് 10 ചോദ്യങ്ങളാണ് എവിടെ വരുന്നത്, ഒരു എക്സാമിന് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് നിന്ന് 10 ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതിൽ ഒരു 5 ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അഥവാ ഒരു സെൻറ്റൻസ് തന്നിട്ടുള്ള ചോദ്യവും 5 റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജ് തന്നിട്ടുള്ള ചോദ്യമായിട്ടാണ് കണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അതേ പരീക്ഷയിൽ തന്നെ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആന്റോണിം ഓഫ് ദ ഗിവൻ വേർഡ് അഡമന്റ്. ഇവിടെയും ആന്റോണിമാണ് വേണ്ടത് കേട്ടോ. ആന്റോണിം അഡമന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും അയാൾ ഭയങ്കര അഡമന്റ് ആണ്. എന്താണ് അഡമന്റ് എന്ന് പറഞ്ഞാൽ? വഴങ്ങാത്തത് എന്ന അർത്ഥമാണ്, ഇണങ്ങാത്തത്, പൊരുത്തപ്പെടാൻ കഴിയാത്ത ആളാ. നമ്മൾ ധിക്കാരി എന്നൊക്കെ പറയുന്ന രീതിയിൽ അഡമന്റ്, അയാൾ ഭയങ്കര അഡമന്റ് ആണ്, ആളുകളായിട്ട് ഒത്തുപോകാത്ത ആളാണെന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇവിടുത്തെ ഉത്തരം ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ഫ്ലെക്സിബിൾ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഫ്ലെക്സിബിൾ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കി ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ദൃഢ നിശ്ചയമുള്ളത്, റിജിഡ് എന്ന് പറയുമ്പോൾ വളരെ ദൃഢതയുള്ളത്, ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധിയുള്ളത് അല്ലെങ്കിൽ നിർബന്ധിതമായത് എന്നൊക്കെയാണ്. അതെല്ലാം ഏകദേശം അഡമന്റിന്റെ മീനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ അഡമന്റ് കർക്കശമുള്ളത് അല്ലെങ്കിൽ വഴങ്ങാത്തത് എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വഴക്കമുള്ളത്, ഏത് രീതിയിൽ വേണമെങ്കിലും ബെൻഡ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിനാണ്. അപ്പൊ സാഹചര്യം അനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം. അപ്പൊ 2 ആന്റോണിം ചോദിച്ചു അല്ലെ. അടുത്തത് സിനോണിം, സമാന പദം. പലപ്പോഴും നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ ധൃതിയിൽ സിനോണിമോ ആന്റോണിമോ ഒന്നും ശ്രദ്ധിക്കാതെ ഉത്തരത്തിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിനോണിമാണ്. 2 നമ്മൾ അടുപ്പിച്ച് ആന്റോണിമോ ചെയ്തത് കൊണ്ട് ആ ഒരു സ്പിരിറ്റിൽ ഇതും ആന്റോണിമാണെന്ന് കരുതി ചെയ്യരുത്. നമ്മുടെ വേർഡ് ഇതാണ്, നമുക്ക് തന്നിട്ടുള്ള വേർഡ് ഇതാണ്, കേഴ്സറി. എന്താണ് കേഴ്സറി എന്ന് പറയുന്നത്? കേഴ്സറി എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ചത് എന്ന അർത്ഥത്തിനാണ്, തിരക്ക് പിടിച്ചിട്ടുള്ളതായ എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷനില്ല, ഓപ്ഷൻ 3 ഹറീഡ് അല്ലേ, തിരക്ക് പിടിച്ചത് എന്ന അർത്ഥത്തിന് ഹറീഡ് എന്ന് പറയാം. സെറ്റ് അല്ലേ? കംപ്ലീറ്റ്, ഫേവറബിൾ, കെയർഫുൾ, ഇതിൻ്റെയൊക്കെ മീനിങ് അറിയാലോ. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പൂർത്തിയാക്കുക, ഫേവറബിൾ എന്ന് പറഞ്ഞാൽ അനുകൂല സ്വഭാവമുള്ളത്, കെയർഫുള്ളോ ശ്രദ്ധേയമായത് അല്ലെ, ശ്രദ്ധാപൂർവം എന്ന അർത്ഥത്തിനാണ് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത്, നമ്മൾ ഇതുവരെ 2 ആന്റോണിമും ഒരു സിനോണിമാണ് പഠിച്ചത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഗിവൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഇവിടെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വേർഡ് ഏതാണ്? അഥവാ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലാൻഡ് കവേർഡ് വിത്ത് ഗ്രാസ്, പുല്ലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു നിലം, ഒരു ലാൻഡ്. ആൻഡ് അതർ ലോ പ്ലാന്റ്സ് സ്യൂട്ടബിൾ ഫോർ ഗ്രേസിങ് ആനിമൽസ്. അപ്പോൾ അവിടെ പുല്ലുകളുമുണ്ട്, അതേപോലെ നീളം കുറഞ്ഞ ചെടികളുണ്ട്, അഥവാ ചെറിയ ചെടികളുണ്ട്. ഇവിടെ ആനിമൽസിന് മേയാൻ വളരെയധികം
കംഫർട്ടബിൾ ആണ്. ആൻഡ് എസ്പെഷ്യലി കാറ്റിൽ ആൻഡ് ഓർ ഷീപ്പ്, പ്രത്യേകിച്ച് കന്നുകാലികൾക്കും ആട്ടിൻ പറ്റങ്ങളും. അപ്പം ആട്ടിൻ പറ്റങ്ങൾക്കും കന്നുകാലികൾക്കും മേയാൻ കഴിയുന്ന തരത്തിലുള്ള ലാൻഡിനെ എന്ത് പറയും? മലയാളത്തിൽ നമ്മൾ മേച്ചിൽപ്പുറം എന്നൊക്കെ പറയില്ലേ. സോ മേച്ചിൽപ്പുറത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പാസ്റ്റുവർ എന്നാണ് കേട്ടോ. ഓപ്ഷൻ എ പാസ്റ്റുവർ എന്നാണ് നമ്മൾ മേച്ചിൽപ്പുറങ്ങളെ പറയാറ് കേട്ടോ. പാർക്ക് നമുക്കറിയാം അല്ലേ, പാർക്ക് എൻ്റർടൈൻമെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സ്ഥലമാണ്. ഫീൽഡ് നമുക്ക് ഏതൊരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഫീൽഡ് എന്ന് പറയാം. പ്രത്യേകിച്ച് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഫീൽഡ്. യാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വീടിൻ്റെ മുൻവശം, പിറകുവശം, തോട്ടം എന്ന അർത്ഥത്തിനൊക്കെ നമ്മൾ യാർഡ് പറയും. സോ പാസ്റ്റുവർ ഇവിടെ ഓർത്തിരിക്കുക. സെറ്റല്ലേ? സോ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും നമ്മളെ ഒന്ന് സന്ദേഹത്തിലാക്കുന്ന അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിലാക്കുന്ന ഒരു സാധനമാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പലതരത്തിലുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിപ്പോൾ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കും. പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടത്, ദെൻ ഇതേപോലെ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടത്, ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടത്, ബിലീഫുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ ഓരോന്നും ആ ഒരു രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കും. സാധാരണ നിങ്ങൾക്ക് കിട്ടാറുള്ളത് ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് പിക്ക് ചെയ്തതായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത ഓരോ മേഖലകളിലെയും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കി പഠിക്കാൻ അത് സഹായിക്കും. സെറ്റല്ലേ? ദെൻ അടുത്ത ചോദ്യം വീണ്ടും ഇതാ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൻ വേർഡ് ലാക്കോണിക്. ലാക്കോണിക് എന്ന വേർഡിൻ്റെ സിനോണിം, സമാന പദം. ലാക്കോണിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം സംക്ഷിപ്തമാക്കി പറയുക. സംക്ഷിപ്തം എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നും ചോർന്നു പോകാതെ ചുരുക്കി പറയുന്നതിനാണ് ലാക്കോണിക് എന്ന് പറയുന്നത്. സോ അർത്ഥമൊന്നും ചോർന്നു പോകാതെ ചുരുക്കി പറയുന്നതിന് ലാക്കോണിക് എന്ന് പറയും. അതിൻ്റെ സമാന പദം ഏതാണെന്ന് ചോദിച്ചാൽ ലോങ് പറയാൻ പറ്റുമോ? ലോങ് എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘമാക്കുക എന്നാണ്, ദീർഘമായി പറയുക. വേർബോസ് എന്ന് പറഞ്ഞാൽ വാചാലമാവുക എന്നാണ് വേർബോസ്. അതും വരില്ല. കോൺസൈസ് ആണ് കറക്റ്റ് കേട്ടോ. കോൺസൈസ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള സാധനമാണ് കോൺസൈസ്. കോൺസൈസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ കോൺസൈസ് എന്ന് പറയുന്നത്. ലേസി എന്ന് പറഞ്ഞാൽ മടി, അലസത എന്നുള്ളതാണ്. സെറ്റല്ലേ?